ഗൈസ്, ഇന്നൊരു ട്രിവിയൻ നൈറ്റ് റൈഡ് ആയാലോ? നൈറ്റ് ടൈമിലൊക്കെ ട്രിവാൻഡ്രത്ത് വന്നിട്ടില്ലാത്തവർക്ക് ഇതാ ഒരു സുവർണാവസരം. മെയിൻ സ്പോട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള വെട്ടുകാട് പള്ളിയാണ്. ബീച്ചിൽ പോകാം എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോഴോ കണ്ടതാകെ ഒരു പള്ളി. ആകെ ലക്ക് വിട്ടു. പയ്യനറിയില്ല ഇത് കടൽ തീരത്തുള്ള പള്ളിയാണെന്ന്. പാവം, ഇതാദ്യമായിട്ടാ ഞങ്ങൾ അവനെ പറ്റിച്ചതാന്ന് കരുതി ആള് പള്ളിയിൽ പോലും കയറാൻ കൂട്ടാക്കിയില്ല. എങ്കിലും അവനെയും കൊണ്ട് തന്നെ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചു. തടിയിൽ തീർത്ത കൂറ്റൻ ഫാനുകളും കൊത്തുപണികളും പിന്നെ ഈ ചിത്രകലകളും ഒക്കെയാണ് ഇവിടത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. അന്ന് എന്താ പ്രത്യേകത എന്നറിയില്ല, ചന്ദ്രൻ വളരെ സുന്ദരനായിരുന്നു. ഇവിടെ ഒരാള് പുതിയ ഫോണിന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ കൈപൊള്ളിക്കൽ ചടങ്ങാണ്. ഫ്രൈഡേയും സൺഡേയും ഇവിടെ മെഴുകുതിരി കത്തിക്കാൻ ഭയങ്കര തിരക്കാ. വിശ്വാസം അതല്ലേ ഇല്ല. ഫൈനലി കടല് കണ്ടപ്പോ അവന് സമാധാനായി. അവിടെ ഞങ്ങൾ അധിക നേരം നിന്നില്ല, പിന്നെ ശംഖുമുഖം ബീച്ചിലേക്ക് പോയി. സ്ട്രീറ്റ് ഫുഡ്സും ഷോപ്പും ഒക്കെ ആയിട്ട് കുറെ കൂടി കളറാക്കിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ശംഖുമുഖത്തിന്റെ ലുക്ക്. ഈ രണ്ട് പ്ലേസിലും നമ്മൾ പ്രത്യേകിച്ച് കണ്ടത് എന്താന്ന് വെച്ചാല് നട്ടപ്പാതിരായിട്ട് ഉറക്കമില്ലാതെ തേരാപാര ഓടി നടക്കുന്ന പിള്ളേരെയാണ്. ഈ കാണുന്ന കടലില് അത് ഇത്രയേറെ അകത്തേക്ക് വന്നിട്ടാണ് ഇങ്ങനൊരു ബോർഡ് ഇവിടെ വെച്ചത്. എങ്കിലും കടല് കണ്ട ഒന്ന് കാല് നനയ്ക്കാതെ പോകാൻ ആർക്കെങ്കിലും തോന്നുമോ? പിന്നെ കുറേയൊക്കെ ആയപ്പോൾ ഓരോരുത്തർക്കായി അങ്ങ് വിശപ്പടിച്ചു തുടങ്ങി. വേറെ ഒന്നും നോക്കിയില്ല, ഓരോരോ കടകളിൽ ഓരോരോ ഐറ്റംസ് ഓർഡർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കാന്താര 2 കാണാനുള്ള സീറ്റ് കിട്ടാഞ്ഞിട്ടാ ഞങ്ങൾ നൈറ്റ് റൈഡ് സെറ്റ് ചെയ്തത്. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രംകാര് തിരഞ്ഞെടുക്കുന്ന 2 സ്പോട്ടുകളാണ് ഇത്. പിറ്റേന്ന് വർക്കിംഗ് ഡേ ആണെന്ന് പോലും വക വയ്ക്കാതെ ഒത്തിരി നേരം അവിടെ നിന്നു. എന്നിട്ട് വീടെത്തിയപ്പോൾ 2 മണിയായി.